നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. കൊടകര കുഴൽപ്പണക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ഇഡി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJP പണം എത്തിച്ചെന്ന പോലീസ് കണ്ടെത്തൽ തള്ളി. കേസിൽ ആകെ 23 പ്രതികൾ. തുടരന്വേഷണ സാധ്യതയില്ല എന്നും കുറ്റപത്രം. സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കി സംസ്ഥാന നിയമസഭ. സാമൂഹ്യനീതി നടപ്പാക്കുമെന്നും സർക്കാരിന്റെ നിയന്ത്രണം സർവകലാശാലകളിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു. ആവശ്യമായ പഠനം നടത്തിയില്ലെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്ന് CAG റിപ്പോർട്ട്. 18,000 കോടി രൂപയുടെ നഷ്ടം. ലാഭകരമല്ലാത്തത് പൂട്ടണമെന്ന് ശുപാർശ. KMML വ്യാപക ക്രമക്കേടെന്നും ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയതിലൂടെ കോടികളുടെ നഷ്ടമെന്നും CAG. മലങ്കര യാക്കോബായ സഭയ്ക്കിനി പുതിയ ഇടയൻ. പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രോപോലിത്തയെ വാഴിച്ചു. ഇനി സ്ഥാനപ്പേര് ബസേലിയോസ് കാതോലിക്ക ബാവ. പാത്രിയർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രാർത്ഥനയോടെ വിശ്വാസ സമൂഹം. സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാല കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ. കരാർ 1 വർഷത്തേക്ക്. പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് സൂചന. വാർത്തകൾ വിശദമായി നോക്കാം. കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസിന്റെ കണ്ടെത്തൽ തള്ളി ED കുറ്റപത്രം. എറണാകുളം കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കള്ളപ്പണം എത്തിച്ചത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണെന്ന പോലീസിന്റെ കണ്ടെത്തലാണ് ED തള്ളിയത്. 23 പ്രതികളുള്ള കേസിൽ ഇനി തുടരന്വേഷണ സാധ്യതയില്ലെന്നും കുറ്റപത്രത്തിൽ പറയും. കൊടകര കുഴൽപ്പണക്കേസിൽ തട്ടിക്കൊണ്ടുപോയതായി കണ്ടെത്തിയ കള്ളപ്പണം സ്ഥലമിടപാട് നടത്താനായി എത്തിച്ചതെന്നാണ് EDയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് BJP ബന്ധമില്ലെന്നും ED പറയുന്നു. കവർച്ച നടന്ന ശേഷം പണം ഏതെല്ലാം തരത്തിൽ വെളുപ്പിച്ചു എന്നതാണ് ED നടത്തിയ അന്വേഷണം. ഇതിന്മേലുള്ള കുറ്റപത്രമാണ് ED സമർപ്പിച്ചത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും EDയുടെ അന്വേഷണം നീണ്ടില്ല. BJP തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷാണ് കേസിൽ BJPക്ക് ബന്ധമുണ്ടെന്ന് ആദ്യം മൊഴി നൽകുന്നത്. പണം BJPക്ക് വേണ്ടി എത്തിച്ചതാണെന്നും സതീഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏപ്രിൽ 4 പുലർച്ചെയാണ് കൊടകരയിൽ വ്യാജ അപകടമുണ്ടാക്കി 3.5 കോടി രൂപ കവർന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പണം BJPക്കായി എത്തിച്ചതാണെന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം കവർന്ന പണത്തിൽ നിന്ന് 1.4 കോടി രൂപ എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്ത് സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. സാമൂഹിക നീതി നടപ്പാക്കുമെന്നും സർക്കാരിന്റെ നിയന്ത്രണം സർവകലാശാലകളിൽ ഉറപ്പാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. വേണ്ടത്ര പഠനം നടത്താതെയാണ് അനുമതിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. തത്വത്തിൽ ബില്ലിനെ എതിർക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബില്ല് ഗവർണർ ഒപ്പിടുന്നതോടെ നിയമമായി മാറും. സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബിൽ കഴിഞ്ഞ ദിവസം നിയമസഭ ചർച്ച ചെയ്യുകയും ഇന്ന് പാസാക്കുകയും ചെയ്തു. ബില്ലിനെതിരെ വിമർശനങ്ങളും ആശങ്കകളും നിർദ്ദേശങ്ങളും പ്രതിപക്ഷം പങ്കുവച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റത്തെ ഫലപ്രദമായി തടയാൻ സ്വകാര്യ സർവകലാശാല നിയമത്തിന് കഴിയുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ലോകത്തെ പ്രശസ്തരായ സർവകലാശാല ക്യാമ്പസുകളെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. സ്റ്റുഡന്റ് മൈഗ്രേഷനെ തടയാനുള്ള എന്ത് നടപടിയായിരിക്കും ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് കോർപ്പറേറ്റുകൾക്കും സർവകലാശാല തുടങ്ങാമെന്ന അവസ്ഥ ഒഴിവാക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാനുള്ള നീക്കം ഉണ്ടാകരുതെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ഈ ബില്ല് നിയമമായി അത് നടപ്പാക്കുന്നതിന് മുമ്പ് ഗൗരവമായൊരു പഠനം കൂടി സർക്കാർ ഒരു കമ്മീഷനെ വെച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനം വെച്ച് പഠിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം.
എന്നാൽ ഇടതു സർക്കാരിന്റെ പുതിയ കാൽവയ്പാണ് ഈ ബില്ലെന്നും സാമൂഹ്യനീതി ഉറപ്പാക്കുമെന്നും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെയാകും സ്വകാര്യ സർവകലാശാലകളെന്നും മന്ത്രി ആർ ബിന്ദു ഉറപ്പു നൽകി. പെട്ടെന്ന് ഓടിച്ചെന്നുണ്ടാക്കിയ ബില്ലൊന്നുമല്ല. 22-ൽ ശ്യാം മേനോൻ കമ്മീഷൻ വളരെ വിശദമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിർദ്ദേശിച്ച കാര്യമാണ് സ്വകാര്യ സർവകലാശാലകൾ കൂടി കൊണ്ടുവരേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സ്വകാര്യ സ്ഥാപനങ്ങളെ അടക്കം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ആ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ഗവൺമെന്റ് കോളേജുകളും എല്ലാം നാക് അക്രഡിറ്റേഷനിലും NIRF പ്രക്രിയയിലുമെല്ലാം ബഹുദൂരം മുന്നോട്ട് പോകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് 4 വർഷങ്ങൾ പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. ഗവർണർ ബില്ലിൽ ഒപ്പിടുമോ എന്നതിനെ ആശ്രയിച്ചാണ് സ്വകാര്യ സർവകലാശാല നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കിയതിനു പിന്നാലെ പ്രതിഷേധവുമായി AISF. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും നിയമസഭാ മന്ദിരത്തിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. സഭാ കവാടത്തിന് ഏതാനും മീറ്ററുകൾ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞു. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കാതെ വന്നതോടെ പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അതേസമയം സർക്കാർ പാസാക്കിയ ബില്ലിനെതിരെ ഇടതുപക്ഷ സംഘടന തന്നെ രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമായി. സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്ന് CAG റിപ്പോർട്ട്. 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്നും 18,000 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ലാഭകരമല്ലാത്തത് അടച്ചുപൂട്ടണമെന്നും ശുപാർശ. KMMൽ വ്യാപക ക്രമക്കേടെന്നും ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയതിലൂടെ കോടികളുടെ നഷ്ടമുണ്ടായെന്നും CAG കണ്ടെത്തി. സംസ്ഥാനത്ത് ആകെയുള്ള 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണവും നഷ്ടത്തിലെന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഇവയുടെ ആകെ നഷ്ടം 18,026.49 കോടി രൂപയാണ്. നഷ്ടത്തിലായവ അടച്ചുപൂട്ടണമെന്നും CAG ശുപാർശ ചെയ്യുന്നു. നഷ്ടത്തിലുള്ള 77 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 18 എണ്ണം 1986 മുതൽ അടച്ചുപൂട്ടലിന്റെ വിവിധ ഘട്ടത്തിലാണ്. ഇവ എത്രയും വേഗം പൂട്ടുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നും CAG റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. 58 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിലുള്ളതെന്നും CAG ചൂണ്ടിക്കാട്ടുന്നു. 2016 ശേഷം KSRTC ഓഡിറ്റിനായി രേഖകൾ നൽകിയിട്ടില്ലെന്നും CAG കുറ്റപ്പെടുത്തുന്നു. പൊതുമേഖലാ സ്ഥാപനമായ KMMൽ ക്രമക്കേടുകളുണ്ടെന്നും CAG കണ്ടെത്തി. അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. യോഗ്യതയില്ലാത്തവർക്ക് കരാർ നൽകി. ടെൻഡർ വിളിക്കാതെ സാധനങ്ങൾ വാങ്ങിയതിൽ 23.17 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും CAG കണ്ടെത്തിയിട്ടുണ്ട്. KMMൽ പൊതു ടെൻഡർ വിളിക്കണമെന്നും CAG ശുപാർശ ചെയ്യുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി മലങ്കര മെത്രോപോലിത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് അഭിഷിക്തനായി. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മൊറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രൈം ദീദിയൻ പാത്രിയർക്കീസ് ബാവയുടെ നേതൃത്വത്തിലായിരുന്നു അഭിഷേക ശുശ്രൂഷ. ലെബനോൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്നും 20 കിലോമീറ്റർ അകലെ അച്ചാനയിലെ പാത്രിയർക്ക അരമനയോട് ചേർന്നുള്ള സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് പാത്രിയർക്ക കത്തീഡ്രലിലായിരുന്നു ചടങ്ങ്. മന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ V. മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, ബെന്നി ബെഹനാൻ MP, ഷോൺ ജോർജ് എന്നിവരടങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘവും മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ MLA-മാരായ അനൂപ് ജേക്കബ്, E.T. ടൈസൺ, എൽദോസ് P. കുന്നപ്പള്ളി, ജോബ് മൈക്കിൾ, PV ശ്രീനജൻ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഏറെ വെല്ലുവിളികൾ നേരിടേണ്ട കാലത്താണ് മലങ്കര യാക്കോബായ സഭയെ നയിക്കാൻ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയ്ക്ക് നിയോഗം ലഭിക്കുന്നത്. സഭയെ ഒരുമയോടെ മുന്നോട്ട് നയിക്കാൻ സമാധാനത്തിനും സമവായത്തിനുമുള്ള തുറന്ന മനസ്സുമായാണ് ജോസഫ് മോർ ഗ്രിഗോറിയോസ് സഭയുടെ അമരക്കാരനായി എത്തുന്നത്. ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത പരിശുദ്ധ പരുമല തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ. കൊച്ചി ഭദ്രാസനാധിപനായ അദ്ദേഹം നിരണം ഭദ്രാസനത്തിന്റെ താൽക്കാലിക ചുമതലയും വഹിക്കുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയസ് തോമസ് പ്രഥമൻ ബാവ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2019 ഓഗസ്റ്റിൽ സഭയുടെ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റിയായി തെരഞ്ഞെടുക്കപ്പെട്ടു.
മുളന്തുരുത്തി, പെരുമ്പുള്ളി, ശാമ്പ്രിക്കൽ, പള്ളത്തിട്ടയിൽ വർഗീസിന്റെയും സാറാമയുടെയും മകനായി 1960 നവംബർ 10 ജോസഫ് മോർ ഗ്രിഗോറിയസിന്റെ ജനനം. പെരുമ്പുള്ളി പ്രൈമറി സ്കൂളിലും മുളന്തുരുത്തി ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജോസഫ് 13-ാം വയസ്സിൽ ഷെമ്മാശപ്പട്ടം സ്വീകരിച്ചു. പെരുമ്പുള്ളി മോർ യൂലിയോസ് സെമിനാരിയിലായിരുന്നു വൈദിക പഠനം. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും, അയർലൻഡിലെ സെന്റ് പാട്രിക് കോളേജിൽ നിന്ന് വേദശാസ്ത്രത്തിൽ ബിരുദവും, ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എംഫിലും, US നിന്ന് ക്ലിനിക്കൽ പാസ്റ്ററൽ ആൻഡ് കൗൺസിലിംഗ് ഡിപ്ലോമയും നേടി. തുടർന്ന് രാജ്യത്തിനകത്തും പുറത്തും വികാരിയായി സേവനമനുഷ്ഠിച്ചു. 1994 ജനുവരി 14 റംബാനായി ഉയർത്തി. 33-ാം വയസ്സിൽ മെത്രാപ്പൊലിത്തയായി വാഴിച്ചു. കഴിഞ്ഞ 30 വർഷമായി കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലിത്തയായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് 18 വർഷം സുന്നഹദോ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. എക്യൂമെനിക്കൽ വേദികളിൽ സഭയുടെ പ്രതിനിധിയായും നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റിയായും പ്രവർത്തിക്കുന്ന അദ്ദേഹം ഗൾഫ്, യൂറോപ്യൻ ഭദ്രാസനങ്ങളുടെയും കേരളത്തിലെ ഭദ്രാസനത്തിലെ വിവിധ മേഖലകളുടെയും ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്കായുള്ള നിരവധി ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ജോസഫ് മോർ ഗ്രിഗോറിയോസ് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമാണ്. വെല്ലുവിളികൾ നിറഞ്ഞ കാലത്ത് സമാധാനത്തിനും സമവായത്തിനുമുള്ള തുറന്ന മനസ്സുമായാണ് ജോസഫ് മോർ ഗ്രിഗോറിയോസ് മലങ്കര യാക്കോബായ സഭയുടെ അമരക്കാരനായി എത്തുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിലെ പ്രവാസി തൊഴിലാളികളിൽ 25.3% ഗാർഹിക തൊഴിലാളികളെന്ന് കണക്കുകൾ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം 2024 മൂന്നാം പാദത്തിന്റെ അവസാനത്തിൽ കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 7,40,000 ഇത് 2023 അതേ കാലയളവിനെ അപേക്ഷിച്ച് ഏകദേശം 6.3% കുറവാണ്. ഈ ഗാർഹിക തൊഴിലാളികളിൽ 4,11,000 സ്ത്രീകളും 3,29,000 പുരുഷന്മാരുമാണ്. സ്ത്രീ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ ഫിലിപ്പീൻസാണ് മുന്നിൽ നിൽക്കുന്നത്. ഏകദേശം 1,49,000 പുരുഷ ഗാർഹിക തൊഴിലാളികളുടെ പട്ടികയിൽ ഇന്ത്യക്കാരാണ് മുൻപിൽ. ഏകദേശം 2,19,000 സ്ത്രീ പുരുഷനടക്കം ആകെ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് മുൻപിൽ. കുവൈറ്റിൽ കെട്ടിട വാടക ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എല്ലാവിധ പണമിടപാടുകളും ഇനി മുതൽ ബാങ്ക് വഴി മാത്രമേ കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂവെന്നും മന്ത്രിതല ഉത്തരവ്. ഇത് സംബന്ധിച്ച് നീതിന്യായ മന്ത്രി നാസർ അൽ സുമൈദാണ് ഉത്തരവിറക്കിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ഇതനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ഔദ്യോഗിക കരാറുകൾ മുതലായവയുമായി ബന്ധപ്പെട്ട മുഴുവൻ പണ ഇടപാടുകളും ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ അല്ലെങ്കിൽ ചെക്ക് വഴിയോ നടത്തിയതായി തെളിയിക്കണം. പുതിയ വ്യവസ്ഥകൾ പ്രകാരം വിൽപ്പന രേഖകളിൽ ബാങ്ക് വഴി നടന്ന പണമിടപാട് രേഖകൾ ഉൾപ്പെടുത്തണം. അല്ലാത്ത പക്ഷം രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്ക് രജിസ്ട്രേഷൻ നിരാകരിക്കുന്നതിന് അധികാരമുണ്ടായിരിക്കും. 2021 ഓഗസ്റ്റിന് മുൻപ് നിലവിൽ വന്ന കരാറുകൾക്കും തത്തുല്യ വസ്തു കൈമാറ്റങ്ങൾക്കും ഈ നിയമം ബാധകമല്ലെന്നും ഉത്തരവിൽ പറയുന്നു. കുവൈറ്റിൽ ട്രാഫിക് നിയമലംഘനങ്ങളിൽ കുറവുണ്ടതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് തലവൻ ബ്രിഗേഡിയർ ജനറൽ ജമാൽ അൽ ഫൗദാരി. രാജ്യത്തെ നിലവിലെ കണക്കുകൾ പ്രകാരം ആകെ 3000-ൽ താഴെ നിയമലംഘനങ്ങളാണ് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തത്. പുതിയ ട്രാഫിക് നിയമം ഏപ്രിൽ 22 പ്രാബല്യത്തിൽ വരുന്നതിന് 1 മാസം മുൻപാണ് ഈ മാറ്റം വന്നിട്ടുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് തടങ്കലിലാക്കിയ കുട്ടികളുടെ എണ്ണത്തിലും കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞയാഴ്ച 11 കുട്ടികൾ മാത്രമാണ് അറസ്റ്റിലായത്. മാർച്ച് 15 മുതൽ 21 വരെ 1448 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാൽ ട്രാഫിക് അപകടങ്ങൾക്ക് കുറവുണ്ടായിട്ടില്ല. സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് അൽ മോജിൽ അഥവാ MMG കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കമ്പനി മുൻ ജീവനക്കാരുടെ കുടിശ്ശിക വിതരണം ചെയ്യുന്നു. മുൻ ജീവനക്കാരനായ ഇന്ത്യക്കാർ ബന്ധപ്പെടണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. MMG കമ്പനിയിലെ മുൻ ഇന്ത്യൻ ജീവനക്കാരെ കണ്ടെത്തുന്നതിനും അവരുടെ കുടിശ്ശികകൾ വിതരണം ചെയ്യുന്നതിനും പാപ്പരത്ത് ട്രസ്റ്റിയായ MMS അസദ് സാലി ബസുദാൻ ഓഫീസിനെ ഇന്ത്യൻ എംബസി സഹായിക്കും. ബഹ്റൈനിൽ നിന്നും മകനൊപ്പം ഉംറ നിർവഹിക്കാനെത്തിയ ശേഷം കാണാതായ മലയാളി ഉംറ തീർത്ഥാടകയെ കണ്ടെത്തി. 5 ദിവസം മുൻപ് കാണാതായ കണ്ണൂർ കൂത്തുപറമ്പ് റഹീമിയെയാണ് കണ്ടെത്തിയത്. മക്കയിലെ ഖുദായ് പാർക്കിന് സമീപത്തെ ബസ് സ്റ്റോപ്പിലാണ് ഇവർ ഉണ്ടായിരുന്നത്. ഉംറ നിർവഹിച്ച ശേഷം വഴിതെറ്റിയ ഇവർ പിന്നീട് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. മക്കയിലെ സാമൂഹിക പ്രവർത്തകനും മകനും റഹീമിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെ തിങ്കളാഴ്ച രാത്രിയാണ് ഇവരെ കണ്ടെത്തിയതെന്ന് KMCC നേതാവ് മുജീബ് പൂക്കോട്ടൂർ വ്യക്തമാക്കി.
മക്കയിലെ ഹറാം പള്ളിയിൽ വെച്ച് അസുഖബാധിത ആകുകയോ അപകടം സംഭവിക്കുകയോ ആയ കേസുകളിൽ ഉടൻ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ റെഡ് ക്രസന്റ് എയർ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തി. മസ്ജിദുൽ ഹറമിലെ 3-ാം സൗദി വിപുലീകരണ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെലിപ്പാഡിൽ സൗദി റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ എയർ ആംബുലൻസ് ലാൻഡിംഗ് പരീക്ഷണം നടത്തി. മക്ക ഗവർണറേറ്റിന്റെ കീഴിലാണ് മെഡിക്കൽ ഇവാക്വേഷൻ ഹെലികോപ്റ്റർ ലാൻഡിംഗ് പരീക്ഷണം നടത്തിയത്. സ്ഥലത്ത് മെഡിക്കൽ സ്ട്രക്ചർ, സുപ്രധാന മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഒരുക്കിയിരുന്നു. വിശുദ്ധ നഗരങ്ങളായ മക്കയിലും മദീനയിലും സാന്നിധ്യം അറിയിച്ചതിന് പിന്നാലെ മക്കയിൽ റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കി ലുലു ഗ്രൂപ്പ്. മക്ക അൽ റുസഫയിൽ ലുലു പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അസ്രഫ് അലി എം എ, ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മക്ക ചേംബർ സെക്രട്ടറി ജനറൽ അബ്ദുള്ള ഹനീഫ്, റുസൈഫ് മേയർ ഫഹദ് അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് അൽ റുസൈഫ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷൻ 2030 കരുത്തേകുന്ന കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്നും സൗദി അറേബ്യയിലടക്കം GCCയിൽ 3 വർഷത്തിനകം പുതിയ 45-ലേറെ സ്റ്റോറുകൾ കൂടിയും യാഥാർത്ഥ്യമാക്കുമെന്നും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ പറഞ്ഞു. ഹോളി സിറ്റി ഓഫ് മക്കയിൽ ഞങ്ങളുടെ 2ാമത്തെ ഔട്ട്ലെറ്റ്, ആദ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് റുസൈഫയിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യും. 67ാമത്തെ ഔട്ട്ലെറ്റാണ് സൗദി അറേബ്യയിൽ. ഞങ്ങൾ വേൾഡ് വൈഡ് ആയിട്ടുള്ളത് 254ാമത്തെ GCCയിലെ ഔട്ട്ലെറ്റാണ്. ഇനിയും ഏകദേശം ഒരു 13-14 പ്രൊജക്റ്റുകളോളം ഡിഫറെൻറ്റ് റീജിയനിലായി, ജിദ്ദ റീജിയനിൽ 7-ഉം റിയാദ് റീജിയനിൽ 3-ഉം ദമാം റീജിയനിൽ 3-ഉം ഔട്ട്ലെറ്റുകൾ ഇനിയും ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുണ്ട് വിത്തിൻ 6 to 8 months ഓഫ് പീരീഡ് ഓഫ് ടൈമിൽ. അൽ റുസൈഫ് ലുലു നവീനമായ ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് നൽകുക. ഫ്രഷ് ഫുഡ്, ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്, വിപുലമായ വസ്ത്രശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോർ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ലുലു കണക്റ്റും ഉപഭോക്താക്കൾക്ക് തൃപ്തികരമായ അനുഭവമാണ് സമ്മാനിക്കുക. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾക്ക് പുറമെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്ന ലോട്ട് സ്റ്റോറും ഉടൻ ഉപഭോക്താക്കൾക്കായി തുറക്കും. 72 സ്ക്വയർ ഫീറ്റിലുള്ള ഡൈനിങ് ഏരിയ ഏറെ ആകർഷകവുമാണ്. ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ രാവിലെ 8 മുതൽ പുലർച്ചെ 1 മണി വരെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ പുലർച്ചെ 2 വരെയും റുസൈഫ ലുലുവിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. ലുലു സൗദി ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി, ലുലു സൗദി വെസ്റ്റേൺ റീജിയണൽ ഡയറക്ടർ നൌഷാദ് എം എ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. മക്കയിൽ നിന്ന് സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്. വീണ്ടും ഗൾഫ് വാർത്തയിലേക്ക്. UAEയിലെ അൽ ഖുവൈൻ ഫ്രീ ട്രേഡ് സോൺ ഇഫ്താർ വിരുന്നൊരുക്കി. ദുബായിലെ മെറിഡിയൻ ഹോട്ടലിൽ നടന്ന വിരുന്നിൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖ വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യ, ചൈന, ജപ്പാൻ, സെർബിയ എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളുടെ പ്രതിനിധികൾ, അർജന്റീന ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ, അൽ ഖുവൈൻ ഫ്രീ സോൺ ജനറൽ മാനേജർ ജോൺസൺ എം ജോർജ്, ദേവിക എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ലളിതമായ നടപടിക്രമങ്ങളിലൂടെ സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനുള്ള അവസരമാണ് അൽ ഖുവൈൻ ഫ്രീ ട്രേഡ് സോൺ ഒരുക്കുന്നത്. തൊഴിൽ ചെയ്യാനുള്ള മികച്ച സാഹചര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അംഗീകാരം ഈയിടെ അൽ ഖുവൈൻ ഫ്രീ ട്രേഡ് സോൺ സ്വന്തമാക്കിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ കാർഗോ സേവനദാതാക്കളായ എം ഗ്രൂപ്പിന് കീഴിലെ 123 കാർഗോയുടെ പുതിയ ബ്രാഞ്ച് റാസൽ ഖൈമയിലെ അൽ നഖീലിൽ ആരംഭിച്ചു. എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പലിന്റെ സാന്നിധ്യത്തിൽ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ, പ്രമുഖ പണ്ഡിതനായ സിംസാറുൽ ഹഖ് ഹുദവി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 123 കാർഗോയുടെ റാസൽ ഖൈമയിലെ ആദ്യത്തെ ബ്രാഞ്ചാണിത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യമെത്തുന്ന 123 പേർക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ കാർഗോ സേവനം നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. എം ഗ്രൂപ്പ് മാനേജർ സമീൽ കാവുങ്ങൽ പറമ്പിൽ, മാനേജർമാരായ നിസാം ഫാസിൽ, മഷ്ഹൂദ് മുസവിർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നല്ല ഒട്ടനവധി ഓഫറുകളാണ് പ്രവാസികൾക്ക് കൊടുക്കുന്നത്. ആദ്യം വരുന്ന പേര് പോലെ തന്നെ 123 പേർക്ക് 1 കിലോ 290 290 നാട്ടിലേക്ക് സീ കാർഗോ സർവീസ് അയക്കാൻ പറ്റും. കൂടാതെ എയർ കാർഗോ എക്സ്പ്രസ്, ഇപ്പോൾ ഇനി പെരുന്നാളൊക്കെയാണ് വരുന്നത്, ഒരുപാട് ആൾക്കാർക്ക് കാർഗോ അയക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ്. വെറും 990, അതും 5 ദിവസം കൊണ്ട് 990 5 ദിവസം കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് സാധനത്തിച്ച് കൊടുത്തരും ചെയ്യും. ഇനി മറ്റു വാർത്തകൾ നോക്കാം. സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്ത പത്തനംതിട്ടയിലെ മുൻ SP സുജിത് ദാസിന് നിയമനം നൽകിയ ഉത്തരവായി. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയിലാണ് SP ആയി നിയമനം. PV അൻവറിന്റെ ഗുരുതരമായ ആരോപണങ്ങളെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത സുജിത് ദാസിനെ 3 ആഴ്ചകൾക്ക് മുൻപാണ് തിരിച്ചെടുത്തത്.
പത്തനംതിട്ട SP ആയിരിക്കവേ സുജിത് ദാസിനെതിരെ MLA ആയിരുന്ന PV അൻവർ ഫോൺ ശബ്ദരേഖകൾ പുറത്തുവിട്ടാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ADGP MR അജിത് കുമാറിനെതിരെയും മറ്റ് SP-മാർക്കെതിരെയും സുജിത് ദാസ് മോശം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു ശബ്ദരേഖ. ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായി PV അൻവറിന്റെ കാലുപിടിച്ച് അപേക്ഷിക്കുന്നതും ശബ്ദരേഖയിലുണ്ടായിരുന്നു. ഇത് പോലീസ് സേനയ്ക്ക് അപമാനമുണ്ടാക്കിയെന്ന് അന്വേഷണം നടത്തിയ തിരുവനന്തപുരം റേഞ്ച് DIG റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്ന് സസ്പെൻഷനിലായ സുജിത് ദാസിനെ 3 ആഴ്ചകൾക്ക് മുമ്പാണ് സർവീസിൽ തിരിച്ചെടുത്തത്. എന്നാൽ നിയമനം നൽകിയിരുന്നില്ല. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയുടെ ശുപാർശയിന്മേൽ തിരിച്ചെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ SP ആയാണ് നിയമനം നൽകിയിരിക്കുന്നത്. ജനറൽ ട്രാൻസ്ഫറിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നിയമനം. നിലവിലെ ഇൻഫർമേഷൻ SP S ദേവമനോഹറിനെ അഡീഷണൽ എക്സൈസ് കമ്മീഷണറായും ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫിനെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറലായും നിയമിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ നിരാഹാര സമരം തുടരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് സമരത്തിലായിരുന്ന ശോഭയെന്ന ആശാപ്രവർത്തകയെ ആശുപത്രിയിലേക്ക് മാറ്റി. പകരം കുളത്തൂർ FHCയിലെ ആശാപ്രവർത്തക ശൈലജ നിരാഹാര സമരം ആരംഭിച്ചു. അതിനിടെ കോൺഗ്രസ് ഭരിക്കുന്ന കൂടുതൽ പഞ്ചായത്തുകളിൽ ആശമാർക്ക് പ്രത്യേക ഇൻസെന്റീവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ തെളിവ് ശേഖരിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതി യശ്വന്ത് വർമ്മയുടെ വീട്ടിലെത്തി. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്താവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസും മലയാളിയുമായ അനു ശിവരാമൻ എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സമിതി. അന്വേഷണത്തിനുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും സമിതി സ്വതന്ത്രമായി തീരുമാനിക്കും. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ 5 പോലീസുകാരുടെ ഫോണുകളും സമിതി പരിശോധിക്കും. അതേസമയം കോടികൾ കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഖാർ ജുഡീഷ്യറിയും നിയമനിർമ്മാണ സഭകളും കളങ്കരഹിതമായിരിക്കണമെന്ന് ജഗദീപ് ധൻഖാർ പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് ഗുരുതരമായ വിഷയമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. വയനാട്ടിലെ ദുരന്ത സമയത്ത് കേരളത്തിലേക്ക് ആവശ്യമായ സഹായം കേന്ദ്രം നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പല ഘട്ടങ്ങളിലായി കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ കണക്ക് മന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കി. വയനാട് ദുരന്ത സമയത്ത് NDRFൽ നിന്നും 215 കോടി രൂപ അനുവദിച്ചു. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമെന്നും പ്രഖ്യാപിച്ചു. മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 153 കോടി രൂപ കൂടി നൽകി. 2219 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 530 കോടി രൂപ നൽകി. തുടർ സഹായം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നൽകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലത്തൂർ കോടതിയിലാണ് 480 പേജുള്ള കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചത്. കേസിൽ ഏക ദൃക്സാക്ഷിയുടെ മൊഴിയാണ് നിർണായകമായത്. പ്രതി ചെന്താമര കോടതിയിൽ പലപ്പോഴായി ഉയർത്തിയ വാദങ്ങൾ പൂർണ്ണമായി തള്ളുന്ന കുറ്റപത്രമാണ് തെളിവുകളും രേഖകളും ഉൾപ്പെടെ അന്വേഷണ സംഘം സമർപ്പിച്ചത്. കേസിൽ ദൃക്സാക്ഷി ഉൾപ്പെടെ 132 സാക്ഷികളും 30-ലധികം ശാസ്ത്രീയ തെളിവുകളുമാണുള്ളത്. ഏക ദൃക്സാക്ഷിയെ കണ്ടെത്താൻ കഴിഞ്ഞത് വഴിത്തിരിവായി. ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് കണ്ടതായാണ് ദൃക്സാക്ഷി മൊഴി. അന്വേഷണ ഘട്ടത്തിൽ സാക്ഷികൾ പലരും കൂറുമാറിയ സാഹചര്യത്തിൽ ഇവരുടെ ഗൂഗിൾ ടൈം ലൈൻ ഉൾപ്പെടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊലയ്ക്കുപയോഗിച്ച കൊടുവാളിൽ നിന്ന് മരിച്ചവരുടെ DNA കണ്ടെത്തി. കൊടുവാളിന്റെ പിടിയിൽ നിന്ന് ചെന്താമരയുടെ DNA കണ്ടെത്തി. 60 ദിവസം തികയുന്നതിന് മുൻപാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിയുടെ ലുങ്കിയിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തക്കറ കണ്ടെടുത്തു. പ്രതി മാനസിക രോഗിയല്ല എന്ന് തെളിയിക്കുന്ന രേഖകളും കുറ്റപത്രത്തിലുണ്ട്. കൊലയ്ക്ക് കാരണം വ്യക്തിവിരോധവും പ്രതിയുടെ കുടുംബം തകർത്തതിലുള്ള പകയുമാണ്. പ്രതി ചെന്താമര ഒറ്റയ്ക്കാണ് കൊല നടത്തിയത്. സുധാകരനെ കൊലപ്പെടുത്താനാണ് പ്രതി പദ്ധതിയിട്ടത്. അമ്മ ലക്ഷ്മി ബഹളം വെച്ചപ്പോൾ അവരെയും കൊലപ്പെടുത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതി ചെന്താമര ഇടം കയ്യനാണെന്നും 2 കൈകൾക്കും ഒരുപോലെ ശക്തിയുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പകുതിയോളം ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി ഇന്ത്യ വെട്ടിക്കുറച്ചേക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന വ്യാപാര ചർച്ചകളുടെ ഭാഗമായാണ് നികുതി കുറയ്ക്കുന്നത്. ഏതാണ്ട് $230 കോടി മൂല്യം വരുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി കുറയ്ക്കുന്നതിന്റെ ആനുകൂല്യം ലഭിക്കുക. കായിക വാർത്തകൾ നോക്കാം. സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനാകും. മിക്കായേൽ സ്റ്റാറെ പരിശീലക സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെട്ട് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയ പരിശീലകന്റെ നിയമനം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. 1 വർഷത്തേക്കാണ് കറ്റാലയുമായി ബ്ലാസ്റ്റേഴ്സ് കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.